ഏകാശ്രയമായ തന്റെ ഉപജീവന മാർഗത്തിൽ പ്രതിസന്ധി നേരിടുകയാണ് കോതമംഗലത്തെ കർഷകനായ എമ്പാശ്ശേരി ചാർലി കുര്യാക്കോസ്. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ കോഴി ഫാമും മീൻ കൃഷിയുമാണ് കനത്ത ചൂട് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ 200ഓളം കോഴികളാണ് ചാർലിയുടെ ഫാമിൽ ചത്തുവീണത്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇനിയും ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഈ കർഷകൻ. കോതമംഗലം സ്വദേശിയായ കർഷകൻ എമ്പാശ്ശേരി ചാർലി കുര്യാക്കോസിന്റെ കോഴി ഫാമിലാണ് അത്യുഷ്ണം മൂലം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 200ഓളം കോഴികൾ ചത്തുവീണത്. 70ഓളം കോഴികൾക്ക് ജീവഭയവും സംഭവിച്ചു. കച്ചവടത്തിനായി കയറ്റി അയക്കേണ്ട കോഴികളാണ് ചത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിയെ കൂടാതെ മീൻ വളർത്തൽ കൃഷിയും ഫാമിനോട് ചേർന്നുള്ള പാറക്കുളത്തിൽ നടത്തുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ മീനുകളും ചത്തുപൊങ്ങുകയാണെന്നാണ് കർഷകന്റെ പരാതി. ചാർലിയുടെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗമാണ് കോഴി ഫാമും മീൻ കൃഷിയും. ഈ ചൂടിൻ്റെ കൂടുതൽ കൊണ്ട് എൻ്റെ കോഴി ചത്തുപോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചകളിൽ ഒരു 200ഓളം കോഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ചൂട് കൂടുതലനുസരിച്ച് ഫാൻ വെച്ചിട്ടും അതിൻ്റെ അകത്ത് തരണം ചെയ്ത് വരണില്ല. അവർ പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം കോഴിനെ ഏൽപ്പിച്ചിടാൻ പറഞ്ഞിട്ട് അതും പറഞ്ഞില്ല. പിന്നെ ഈ കോഴി ചത്തുപോകുമ്പോൾ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണത്. എനിക്കത് നഷ്ടമാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ കോഴി പിടിച്ചു പോണ കോഴിയാണത്. ഈ ചൂട് കാലാവസ്ഥ തുടരുകയാണെങ്കിൽ തന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വ്യാകുലതയിലാണ് ചാർലിയും കുടുംബവും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.